ഹേ സിനിഫൈൽസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് സിനിമ അപ്ഡേറ്റ് ഉണ്ട്. ആദ്യത്തെ അപ്ഡേറ്റ് നമ്മുടെ വാഴ 2 പറ്റിയാണ്. സിനിമയുടെ ഒരു പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്. ഈ കാണുന്ന എല്ലാവരും, അതായത് വാഴ 2 പുതിയ ക്യാരക്ടേഴ്സൊക്കെയാണ്. അതായത് നമ്മുടെ ഹാഷറും ടീംസും പിന്നെ പുതിയ നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ളവർ തന്നെയാണ്. അത്യാവശ്യം നൈസായിട്ടുള്ള ലുക്ക് തന്നെയാണ്. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കത്തിയൊരു സ്റ്റില്ലായിരുന്നു ഇത്. ലൊക്കേഷനിൽ ലീക്കായ ഒരു ചെറിയൊരു സ്റ്റിൽ സംഭവമാണ്. നമ്മുടെ തരുമൂർത്തിയുടെ L366 ഒരു ലുക്ക് തന്നെയാണ് ഇത്. സോ പോലീസ് വേഷത്തിലും പിന്നെ ഒരു നാടൻ തല്ല് പരിപാടിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. തരുൺ എന്തോ ഒരു സംഭവം ഒളിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആ സർപ്രൈസിലൊക്കെ നമുക്ക് തിയേറ്ററിൽ തന്നെ കാണാം. അപ്പോൾ എന്തായാലും ഒരു കിടിലൻ ലുക്ക് തന്നെയാണ്. നമ്മുടെ ലാലേട്ടൻ്റെ പഴയ ക്യാരക്ടേഴ്സൊക്കെ നമുക്ക് ഓർമ്മിപ്പിക്കാൻ പറ്റിയൊരു ലുക്ക് തന്നെയാണ്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ പാട്രിയോട്ട് എന്ന സിനിമയുടെ ഒരു BTS വീഡിയോ ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം നമ്മുടെ കാറിൻ്റെ ഒരു ചേസിങ് സീനും അവിടുത്തെ കുറച്ച് പിക്സൊക്കെയാണ് ബാക്ക് ബിഹൈൻഡ് സീനിൽ വന്നിരിക്കുന്നത്. അതോടെ നമ്മുടെ ഏപ്രിൽ മാസം 23 എന്ന ഡേറ്റും അവർ ഉറപ്പിച്ചിട്ടുണ്ട്. വിലക്കൊന്നും അങ്ങനെ ബാധിക്കുന്നില്ല. പിന്നെ ഇന്നലെ വുമൻസ് ഡേ പ്രമാണിച്ച് സിനിമയിലെ ലേഡീസ് കഥാപാത്രങ്ങളെ എല്ലാവരും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ പുതിയ ക്യാരക്ടേഴ്സും ഇതിൽ വന്നിട്ടുണ്ട്. ഒട്ടനവധി സ്ത്രീകളാണ്, അതായത് നമ്മുടെ രേവതി, ഗ്രേസ് ആൻ്റണി, ശ്രീ പാർവതി, പിന്നെ ദർശന രാജേന്ദ്രൻ, നയൻതാര, സെറിൻ ഷിഹാബ്, അങ്ങനെ ഇഷ്ടം പോലെ വുമൻസും സിനിമയിലുണ്ട്. പിന്നെ നമ്മുടെ ഗീതി, സംഗീത എന്നിവരൊക്കെ. അപ്പോൾ ഇവരെ ഇത്രയും ക്യാരക്ടേഴ്സാണ് അവർ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ആയിരിക്കും മെയിനായിട്ട് ലീഡിൽ വരുന്ന വുമൻസ്. യൂത്ത് എന്ന ചിത്രത്തിൻ്റെ ട്രെയിലർ ഇപ്പോൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്. എല്ലാവരും ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. നമ്മുടെ ഫൺകി എന്ന ചിത്രം നെറ്റ്ഫ്ലിക്സിൽ കൂടെ ഈ വരുന്ന മാർച്ച് 13 ഏകദേശം 5ഓളം ഭാഷയിലൂടെ റിലീസ് ചെയ്യുന്നതായിരിക്കും. വുമൻസ് ഡേ പ്രമാണിച്ച് പ്രതിച്ഛായ എന്ന നീംപോളി ചിത്രത്തിൻ്റെ വുമൻസിൻ്റെ ഒരു പോസ്റ്റേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആൻ അഗസ്റ്റിൻ ഉൾപ്പെടെ മറ്റ് സ്ത്രീ കഥാപാത്രങ്ങൾ നമുക്ക് ഈ പോസ്റ്ററിലൂടെ കാണാം. അപ്പോൾ ഇതുപോലത്തെ OTT വാർത്തകളും സിനിമ വാർത്തകളൊക്കെ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.